രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ വീണ്ടും പോരടിച്ച് സർക്കാരും ഗവർണറും. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോയി. പിന്നാലെ ഗവർണറെ അപമാനിച്ച മന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അതേസമയം പ്രോട്ടോകോൾ ലംഘനമെന്ന രാജ്ഭവന്റെ ആരോപണം വി ശിവൻകുട്ടി തള്ളി. ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ പോവുകയാണ്. ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നിന്നുണ്ടായത്. അതിലൊരുപക്ഷെ ഏറ്റവും അസാധാരണമാകും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ വാക്കൌട്ട് പ്രസംഗം. രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ കാവക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വച്ചതോടെയാണ് മന്ത്രി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി ഗവർണറുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇത് ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. വി ശിവൻകുട്ടിയുടേത് പ്രകടനമെന്ന് പരിഹസിച്ചും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചുമായിരുന്നു രാജ്ഭവന്റെ മറുപടി. മന്ത്രി നടത്തിയത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ്. ഗവർണറെയും ഗവർണറുടെ ഓഫീസിനെയും രാജ്ഭവനെയും ശിവൻകുട്ടി അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. സമാന ആരോപണവുമായി മുൻ മിസോറാം ഗവർണറും BJP നേതാവുമായ കുമ്മനം രാജശേഖരനും രംഗത്തെത്തി. നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യാം. പക്ഷേ ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? താമസിച്ച് വന്നു എന്നുള്ളത് മാത്രമല്ല, ആ വിളക്ക് കൊളുത്തുമ്പോഴോ പുഷ്പാർച്ചന നടത്തുമ്പോഴോ അല്ല, അതിലൊന്നും അദ്ദേഹം അവിടെ ഇല്ല. അപ്പോൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി വന്ന് ഈ ഗവർണറെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വന്നത്. എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണങ്ങളെ ശിവൻകുട്ടി തള്ളി. ഒരു ഭരണഘടന ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല, ഒരു പ്രോട്ടോകോൾ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. കാവിക്കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭാരതമെന്ന് ആര് പറഞ്ഞു? അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSന്റെ ശാഖ ഉണ്ട്, അദ്ദേഹത്തിന് അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഗവർണറുടെ നടപടിക്കെതിരെ DYFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ പരിപാടികളിൽ നിന്ന് ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്നായിരുന്നു നേരത്തെ രാജ്ഭവന്റെ നിലപാട്. എന്നാൽ ഇന്ന് നടന്നത് രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയാണെന്നാണ് ഗവർണറുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.